ഞാൻ ഗാലറിയിൽ കാല് കുത്തിയപ്പോ തന്നെ കാലിക്കറ്റ് ഗോൾ ഇട്ടു. MFCന്റെ കോച്ചില്ലാത്ത ഫസ്റ്റത്തെ കളിയായിരുന്നു. കോച്ചിന് പെട്ടിങ് ഇറക്കി എടുത്ത് പറഞ്ഞാവോ ഇനി നാട് കാണാൻ പുതിയായിട്ട് മുങ്ങിയതാന്ന് അറിയില്ല. അള്ളാഹ് എന്തായാലും കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഗോൾ അടിച്ചു. നമ്മൾ ഗോൾ അടിക്കാൻ പോകുമ്പോൾ ഇവര് പേടിച്ച് വെട്ടിമുറിക്കല്ലേ. നമ്മളെ കളി ഉണ്ട് കണ്ട് കാലിക്കറ്റ് FCയിലുള്ള എല്ലാവരും പേടിച്ചിട്ടുണ്ടേ. നൂർ ഷെരീഫൊക്കെ കളി കണ്ട് പേടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നീച്ചാണ് പോയി. ഓരോരുത്തർ പേടിച്ചിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുക. ഞങ്ങൾ എത്തിയിരിക്കണം അതെ മനസ്സിലായോ. ഇന്ത്യൻ ഫുട്ബോളർ ആയിട്ടുള്ള റോബിൻ സിംഗ് ആണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാഫ് ടൈം ആയി. എല്ലാവരും പോകുന്ന ടൈമിൽ ഒരു പ്ലെയർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മളൊരു ഗോളിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പേടിക്കണമെന്നേ. റോബിൻ സിംഗ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ എത്തിക്കണം. VIP ആകുമ്പോൾ ജ്യൂസ് ഒക്കെ കിട്ടും. എനിക്ക് ഓരോരുത്തർ കൊടുന്നേരം ഞാൻ പറഞ്ഞു വേണ്ട അവിടെ കൊടുത്തോളിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കളി തുടങ്ങി. ഇതൊക്കെ എടുക്കുന്നത് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി MFCന്റെ ഓണറിന്റെ പകുതി ജീവൻ പോയി. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരൂല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടണ്ടേ. ഗോൾ അടിച്ചാണ് കയറ്റിയില്ലേ. പകുതി പോയാലും ഇല്ലാക്കാൻ ജീവൻ ഡബിൾ ആയിട്ടാണ് തിരിച്ചു വന്നത്. ഹാർട്ടൊക്കെ ഇടിക്കൽ തുടങ്ങിയപ്പോഴാണ് നെഞ്ഞു തൊട്ട് നോക്കുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ടില്ലേന്ന്. അതുവരെ ഉറങ്ങി കിടന്ന MFCന്റെ ഫാൻസ് പൂർവാധിക്യം ശക്തിയോടെ ഉണർന്നു വന്നു. കോഴിക്കോട്ടെ ഊക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് വല്ല ആയുസ് ഉണ്ടായില്ല. കാലിക്കറ്റ് ഒരു ഗോൾ തിരിച്ചു. അപ്പൊ ഞാൻ അവരെ ഊക്കിയതിന്റെ ഡബിൾ ആയിട്ട് എനിക്ക് അത് തിരിച്ചു കിട്ടി. ലില്ലാക്കാന്റെ വന്ന ജീവൻ തിരിച്ചു അങ്ങനെ തന്നെ പോയി പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കി എടുക്കുന്ന കിണ്ടിവെള്ളം മൂന്നാമത്തെ ഗോള്. നേരത്തെ ഡബിൾ ഇല്ല അതിപ്പോ ട്രിപ്പിൾ ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്നു. ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ. ഇന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ ലോഞ്ച് പോയി ഒരു ജ്യൂസ് കുടിച്ചു. കോഴിക്കോട് സ്റ്റേഡിയത്തിലുള്ള ലോഞ്ച് ഒരു രക്ഷയില്ലട്ടാ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കളിയാണ് കലാസായി. SLKന്റെ ഡയറക്ടർ ആയിട്ടുള്ള സുബിൻ നിസ്റ്റാണോ കാലിക്കറ്റ് FCന്റെ ഓണർ ആയിട്ടുള്ള മാത്യുസോറൊക്കെ വന്നു കണ്ട് ഒരേ ആശ്വസിപ്പിക്കല്. കളിയാകുമ്പോൾ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇല്ലാക്കാൻ സങ്കടം മാറണ്ടേ. ഇല്ലാക്കാൻ സമാധാനിപ്പിക്കൊണ്ടല്ലോ ലത്തീഫ കൈലാറ വലിയ സങ്കടം.